ആശാരി ഇവിടെ വരത്തില്ലായിരുന്നു. എങ്കിൽ ആശാരി ഇവിടെ വരികയില്ലായിരുന്നു. ആണ് പരിപാടി. നീ ഫലം കാഴ്ചില്ലെങ്കിൽ നിന്റെ സ്വർഗരാജ്യം നിന്റെ ഇടയിൽ നിന്ന് അത് പിടിച്ചെടുത്ത് ഫലം കായ്ക്കുന്ന ആശാരിയെ ഏൽപ്പിക്കും. നീ എന്ത് ചെയ്യും? നീ ഈ ജനമെന്നെ ആദരം കൊണ്ട് ബഹുമാനിക്കും. അവരുടെ ഹൃദയം ദൂരത്തേക്കാവുന്നിരിക്കും. അവരുടെ ഹൃദയമോ ദൂരത്തായിരിക്കുന്നു. നിന്നെ IT സ്ഥാപിക്കാനും കോളേജ് സ്ഥാപിക്കാനും മറ്റതിനും മറിച്ചല്ല ദൈവം നിന്നെ വിളിച്ചത് യേശുവിന്റെ സാക്ഷാൽ വേലയ്ക്ക് വേണ്ടി. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഭൂമിയിൽ വന്ന കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആവശ്യം പ്രാപിച്ചുകൊണ്ട് വിശ്വാസാനം അടിച്ച് മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വിശ്വാസ സ്നാനത്തെ കുറിച്ച് അടിച്ചു മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയിൽ 25,000 പേരെ സ്നാനപ്പെടുത്തിയ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ അത് PV ആശാരി. ഇന്ത്യയിൽ 25,000 പേരെ സ്നാനപ്പെടുത്തിയ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ അത് PV ആശാരി മാത്രമാണ്. സമയം തരാമെങ്കിൽ ഇപ്പോൾ കണക്ക് പറയാം. ഞാൻ കണക്ക് പറഞ്ഞുതരാം. അങ്ങനെ 25,000 പേരെ സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ പറന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു വാണ്ടറ്റ്, ഒരു മുന്നറിയിപ്പ്, എനിക്കൊരു ജോലി. ജർമ്മനിയിൽ നിന്ന് ഒരു സായിപ്പ് പറഞ്ഞു. എന്നെ സന്ദർശിച്ചു. നിങ്ങൾ വളരെ വിശ്വസ്തനാണ്. ഞാൻ ആണ്ടിൽ 5 കോടി രൂപ നിങ്ങൾക്ക് അയച്ചാൻ പോവുകയാണ്. ഞാൻ വർഷം തോറും 5 കോടി രൂപ വീതം നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും, നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 1000 പിള്ളേരെടുത്ത്, 1000 കുട്ടികളെ എടുത്ത് നിങ്ങൾ അനാഥശാല സ്ഥാപിക്കണം. നിങ്ങൾ അനാഥശാല ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. എനിക്ക് ആ ഭാഷ അറിയാൻ പാടില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ അറിയില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചെയ്താ പാസ്റ്റോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ പറയാൻ പറഞ്ഞു. പുളിവക്കത്തില്ലാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞു. അയാളെ ചാടിച്ചിട്ട് ഞാൻ വേറൊരു നായരെ വിളിച്ചു. സ്മാർട്ട് ഇംഗ്ലീഷ് ആണ്. അദ്ദേഹത്തിന് വളരെ നല്ല ഇംഗ്ലീഷ് ആയിരുന്നു. അയാൾക്ക് 500 കൊടുത്തു. അദ്ദേഹത്തിന് 500 രൂപ കൊടുത്തു. ആശാരി ഊരാഴ്ച പറയുന്നതിന് ഒരു വള്ളിയും പുള്ളിയും തെറ്റില്ലാതെ അതേ സൈസിൽ ഞാൻ അവന്റെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആശാരി ഉപദേശി പറയുന്നതില് ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും മാറ്റാതെ അതുപോലെ തന്നെ ഞാൻ പരിഭാഷപ്പെടുത്താമെന്ന് പറഞ്ഞു. സഹോദര ഞാൻ ആരെന്നറിയാമോ? ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഞാൻ പറയാം. ഞാനാണ് ഇന്ത്യയിലെ ബില്ലിഗ്രഹം. അത് മാത്രമല്ല എന്റെ ജോലി ഈ കൊച്ചുങ്ങളെടുത്ത് തൂറി ചവരിക്കുന്ന ജോലിയല്ല. എന്റെ ജോലി കുഞ്ഞുങ്ങളെ എടുത്ത് തൂറി ചവരിക്കുന്ന ജോലിയല്ല. മന്ത്രിമാരെയും RSS BJP ഞാൻ സ്ഥാനപ്പെടുത്താനിരിക്കുകയാണ്. മന്ത്രിമാരെയും RSS BJP രാഷ്ട്രീയ നേതാക്കന്മാരെയും സ്നാനപ്പെടുത്താനിരിക്കുകയാണ്. ഞാനങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കുതിച്ചു നിൽക്കുകയാണ്. ഒത്തുകിട്ടിയാൽ രക്ഷിക്കപ്പെട്ടാൽ ഞങ്ങൾ യേശുവിനെ പോലെ സ്നാനപ്പെടുത്തിയിരിക്കും. ഞങ്ങൾ യേശു കാണിച്ചതുപോലെ സ്നാനപ്പെടുത്തും. ഇന്ന് അനേർക്ക് സ്നാനം പ്രസംഗിക്കാൻ പേടിയായിരിക്കും. പലർക്കും സ്നാനം പ്രസംഗിക്കാൻ തന്നെ ഭയമായിരിക്കുന്നു. സ്നാനം ഒന്നേ ഉള്ളൂ. അത് ഏവൻ വിശ്വസിക്കുന്നു, അത് ആര് വിശ്വസിക്കുന്നു അവനെയാണ് സ്നാനപ്പെടുത്തണം. പ്രസവിച്ച് 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു എഴുന്നേറ്റ് പറയുകയാണ്. പ്രസവിച്ച് 6 മാസം പ്രായമായ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് പറയുകയാണ്, ഇതെന്റെ കൊച്ചുമോനാ. 6 മാസമായി. ഇന്ന് സമുദായക്കാർ കാണിക്കുന്ന പോലെ, സമുദായക്കാർ ചെയ്യുന്നത് പോലെ ഞാൻ അച്ഛന്റെ മുമ്പിൽ കൊണ്ട് സ്നാനപ്പെടുത്താം. എന്റെ ഈ കുഞ്ഞിനെ രണ്ടാം തലമുറയാണ്. പെന്തക്കോസ്തിലെ ഞങ്ങളുടെ 2ാം തലമുറയാണ്. ഇവനെ സ്നാനപ്പെടുത്താൻ പോവാണ്. ഇവൻ ഒരു വാക്ക് പറയണം. ഒരു വാക്ക് പറഞ്ഞാൽ മതി. 1900 മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പ്രവർത്തിക്കുകയും റോമാ ഗവൺമെന്റിന്റെ ശിക്ഷപ്രകാരം അവനെ തൂക്കിക്കൊല്ലുകയും 3-ാം ദിവസം റോമാ ഗവൺമെന്റിന്റെ മുദ്രയെ ഭേദിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോയി ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത ജീവിക്കുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, അതെ വിശ്വസിക്കുന്നു എന്ന വായ് തുറന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറയാണ് അതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമൊഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും. അതാണ് വിശ്വാസ സ്നാനം. സ്തോത്രം. നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ പോരാ. നീ രാജിവെച്ചിട്ട് മറ്റേതെങ്കിലും പണിക്ക് പോ. നീ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛന്മാരും പട്ടക്കാരും യേശു കാണിച്ച മാതൃക പ്രകാരം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ എന്നെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഇതുപോലെ സ്നാനപ്പെടുത്തും. ഒരാളിഞ്ഞ് കയറി വരിക. ഹല്ലേലൂയ. വിശ്വാസ സ്നാനം തെറ്റെന്ന് പ്രൈസ് ദി ലോർഡ് ഒരാളിന് വേദിയിൽ വന്ന് പറയാമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആശാരി വെല്ലുവിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉടുപ്പിടാൻ പോവുകയാണ്. ഞാൻ ഇനി ഉടുപ്പിടുകയില്ല. ഈ വിശ്വാസ സ്നാനം തെറ്റാണെന്ന് ആരെങ്കിലും പരസ്യമായി ഇവിടെ വന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ ഇതിടത്തില്ല. ആശാരി ഉദ്ദേശി ഇന്നു മുതൽ ഉടുപ്പിടുകയില്ല. ഞാൻ ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. നീ സ്നാനപ്പെട്ടേ തീരൂ. പ്രൈസ് ദി ലോർഡ്. നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ആർക്ക് മുന്നോട്ട് വരാം? പ്രൈസ് ദി ലോർഡ്. ആർക്ക് മുന്നോട്ട് വരാം? നമ്മുടെ കർത്താവ് വരാറായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. രക്തം ചൂടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ രക്തം ആ വിഷയത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു തോർത്തുകൊടുത്ത് പ്രസംഗിക്കുകയാണ്. ഞാനൊരു തോർത്ത് കൊടുത്തുകൊണ്ട് പ്രസംഗിക്കും. സ്നാനം ശരിയാണെന്ന്. പെരുമ്പാവൂരിലെ പരമയോഗ്യന്മാരെ നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി നീ സ്നാനപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത പരമകള്ള ദൈവം എന്നോട് പറയാണ്. ദൈവം നിന്നെ വിടത്തില്ല. ദൈവം നിന്നെ വിടുകയില്ല. പകരം ചോദിച്ചു. ദൈവം നിന്നോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. തല കണ്ടിച്ചോ? എന്റെ തല കണ്ടിച്ചോ? യേശു കാണിച്ച സ്നാനപ്പെടുത്തണം. യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെടുത്തണം. ഇത് പെന്തിക്കോസ്തുകാരുടെ വീട്ടുവകയല്ല സ്നാനം. ഇത് പെന്തിക്കോസ്തുകാരുടെ വീട്ടുവകയല്ല സ്നാനം. പിന്നെ ആരുടെ വക? രക്ഷിക്കപ്പെട്ടവനെ സ്നാനപ്പെടുത്തണം. അതാണ് അച്ഛന്മാർ സ്നാനപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മർത്തോമാക്കാർ സ്നാനപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നെ വിടരുത്. എന്നെ പട്ടിയെ തല്ലുമ്പോൾ തല്ലണം. അല്ലെങ്കിൽ തിരുമേനിമാരും അച്ഛന്മാരും കയറി കോടതിയിൽ കേസ് കൊടുത്താൽ എന്നെ അകത്താക്കണം. അല്ലെങ്കിൽ അച്ഛന്മാരും തിരുമേനിമാരും കയറി കോടതിയിൽ കേസ് കൊടുക്കണം. ഇവൻ വന്ന് പറയാണ് ഒരു പെണ്ണുങ്ങളെ മുക്കുക. ഇവൻ സ്ത്രീകളെ സ്നാനപ്പെടുത്തുന്നു. അച്ഛന്മാരെ സ്നാനപ്പെടുത്തുക. യവനെ വിടാൻ പാടില്ല. യവനെ പിടിച്ച് അകത്താക്കണം. നീ അകത്തേ ഉള്ളൂ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ ലംഘിക്കുന്ന നീ അകത്താവേ ഉള്ളൂ. ഞങ്ങൾ കേസ് കൊടുക്കും. കേസ് കൊടുക്കുമ്പോൾ വേദപുസ്തകം കോടതിയിൽ വരും. നല്ല വക്കീലന്മാർ വാദിക്കും. വക്കീലന്മാർ പറയും യേശു കാണിച്ച മാതൃക പ്രകാരം നമുക്ക് മുൻപോട്ട് പോകാം. നീ മുന്നോട്ട് വരിക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇനിയിപ്പോ സ്വതന്ത്ര കാഴ്ചയെടുക്കാം. ഇനി സ്വതന്ത്ര കാഴ്ചയെടുക്കാം. ചിലരിപ്പോ സ്ഥലം വിടും. പെരുമ്പാവൂരിലുള്ള ആരും സ്ഥലം വിടാറില്ല. ഒരു പാട്ട് പാടിയാട്ട് ആമേൻ. അപ്പോൾ സ്വതന്ത്ര പഠിക്കോ.